ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് നല്ല അടിപൊളി ഒരു വൈബുള്ള സ്ഥലത്താണ്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കാപ്പരിക്കാട് ബീച്ചിലാണ്. നല്ല അടിപൊളി തണുത്ത കാറ്റും അതുപോലെ ആ കടൽ തിരമാലയുടെ ശബ്ദമൊക്കെ അടിപൊളി സൂപ്പർ. ഒരു വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ വന്നിരിക്കാൻ പറ്റണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഈ കടലിൻ്റെ ഭംഗിയാണ്. ഓക്കെ, കണ്ടിട്ട് വരും. നമ്മുടെ തിരക്കുകളൊക്കെ മാറ്റി വെച്ചാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇങ്ങനെ കടൽ തീരത്ത് വന്നിട്ട് ശാന്തമായിട്ടിരിക്കണം. ആ ഒരു അസ്തമയ സമയത്ത് നിങ്ങളെ കാണുന്ന ബീച്ച് നോക്ക്, നല്ല നീലക്കടലും നല്ല സ്വർണ്ണ നിറത്തിലുള്ള മണ്ണും. പ്രകൃതിയുടെ മാജിക് എന്ന് പറയുമ്പോൾ ഇതാണ്. നമ്മൾ ഇങ്ങനെ ഇതുപോലെ നടക്കണം. കടലിൻ്റെ തിരമാല കൊണ്ട് കടൽ തിരമാലയുടെ ശബ്ദം കൊണ്ട് വോയിസ് ക്ലിയർ ആവുമെന്ന് അറിയില്ല. ഇതുപോലെ ഇങ്ങനെ ബീച്ചിൽ കൂടെ നടക്കണം. ഈ മണ്ണ് ചവിട്ടുമ്പോൾ തന്നെ ഒരു സുഖമാണ്. അതുപോലെ തന്നെ ഈ കണ്ടല്ലേ, ഈ കറുത്ത സാൻഡ് നല്ല സോഫ്റ്റാണ്. ഇതിൽ നടക്കാൻ ഭയങ്കര സുഖമാണ്. അതിനോടൊപ്പം തന്നെ നമ്മളെ തിരമാലകൾ വന്നിട്ട് നമ്മളെ തലോടുന്നത് അതിലും നല്ലൊരു സുഖം. അപ്പോൾ ഈ ചൂടിൻ്റെ അവസ്ഥ ഞാൻ പറയണ്ടല്ലോ. നല്ല ചൂടത്ത് കുറച്ച് നേരം ഈ ബീച്ചിലൊക്കെ വന്നിരുന്ന നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ടിട്ട് പോവാം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ള ഫാമിലി ആയിട്ടാണ്. ഞാനും എൻ്റെ വൈഫും ഇക്കാടെ കുട്ടിയും. ഇക്കാടെ കുട്ടിക്ക് ഈ കടലിലെ വെള്ളത്തിലൊന്ന് കുളിക്കണം. കാരണം അവളുടെ മേലെ ആകെ ചൂടുകുരു വന്നിരിക്കണം. അപ്പോൾ കടലിൻ്റെ വെള്ളം തട്ടി കഴിഞ്ഞാൽ കുറച്ച് സമാധാനം ഉണ്ടാവുമെന്ന് ആരോ പറഞ്ഞു കേട്ട മുതൽ പറയുന്നതാണ് എനിക്ക് ബീച്ചിൽ പോകണം, കുളിക്കണം എന്നൊക്കെ. പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോൾ ആൾക്ക് തിരയിൽ തന്നെ ഇറങ്ങാൻ പേടിയാണ്, പിന്നെയല്ലേ കുളിക്കണ്ടേ. അപ്പോൾ ഞാൻ എന്ത് പണിതു, ഞാൻ അവളെ അറിയാതെ ബാക്കിൽ കൂടെ പിടിച്ച് പൊന്തിച്ച് നേരെ കുറച്ചങ്ങോട്ട് ഇറങ്ങി കൊണ്ടുപോയി. എന്നിട്ട് അവിടെ ഇരുത്തി. അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കുന്ന എൻ്റെ വൈഫാണ്. വൈഫ് പറയുന്നുണ്ട് വലിയ തിര വരെയുണ്ട് ഇട്ടാന്ന്. അപ്പോൾ അവിടെ കുറച്ച് നേരം ഞാൻ അങ്ങനെ ആളവിടെ കെടുത്തിയിട്ടൊക്കെ കുറേ വെള്ളം ആളെ മേത്ത് കൊള്ളിപ്പിച്ചു. അപ്പോൾ അതിനിടയ്ക്ക് ഒരു വലിയ തിര വന്നിട്ടാണ്. അപ്പോൾ അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അവളെ ഞാൻ പൊന്തിച്ച് ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ നല്ലൊരു എൻ്റർടൈൻമെൻറ്റും കൂടിയിട്ടായിരുന്നു. അപ്പോൾ അവൾക്ക് നല്ല തൃപ്തിയായി. നല്ല അടിപൊളിയായിട്ട് ആ തിരയിൽ, കടലിൽ കുളിച്ചില്ലെങ്കിലും ആ തിരയിൽ നന്നായിട്ട് കുളിച്ചു ആള്. തിരയുടെ ശക്തി നന്നായിട്ട് കൂടി തുടങ്ങിയിട്ടാ. ഞങ്ങൾ വരുമ്പോൾ ചെറിയ ചെറിയ തിരകളുണ്ടായിരുന്നുള്ളൂ. ആ തിരയിൽ ഞങ്ങൾ കുളിച്ച് എൻ്റർടൈൻമെൻ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് തിര നല്ല ശക്തിയോടുകൂടി അടിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേടിയായി. ഞങ്ങൾ കരയിൽ നിന്ന് കുറച്ചും കൂടി കയറി നിന്ന്. അപ്പോൾ അവിടുത്തെ പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്ന് അങ്ങനെ സമയം പോയി. എങ്ങനെയുണ്ട്? എന്തടിപൊളി. കുളിച്ചാ ചൂടുകൂരൊക്കെ പോയാ? കടലെങ്ങനെ ഉണ്ട്? ഇപ്പോ നല്ല തരണ്ട്. അപ്പോൾ ഐഷു പറയുന്ന പോലെ തന്നെയാണ് കടലിൻ്റെ ശക്തി, തിരമാലയുടെ ശക്തി കൂടി വന്ന് പിന്നെ ഇത് ഗോപ്രോ കയ്യിൽ പിടിക്കാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെ അധികം വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. നമ്മളവിടെ നിന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക്. ഇത്ര ഉള്ളൂ വീഡിയോ. ഔട്ടർ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞിട്ട് ആകെ കുളിച്ച് മണ്ണൊക്കെ മണ്ണ് ഈ തിരയിൽ കുളിച്ചാലുണ്ടല്ലോ മണ്ണൊക്കെ കയറിയിട്ട്. അപ്പോൾ ആ ഒരു ലെവലിലായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. ക്യാമറയ്ക്ക് വെള്ളം കയറുന്ന ക്യാമറയൊക്കെ സേഫാക്കി വെച്ച് നേരെ വീട്ടിൽ വന്ന് കുളിച്ച് സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇടയ്ക്കൊക്കെ ഒന്ന് പോയിട്ട് സന്ധ്യ ഒന്ന് കാണുക, ആ ഒരു കടൽ തീരം ഒന്ന് വീക്ഷിക്കുക. കടൽ തീരത്ത് വന്നിരുന്ന് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് നൊസ്റ്റാൾജിയ ഫീലിംഗ്, ഒരുപാട് ആശയങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ ചെയ്യാം. ഓക്കെ, വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.